അത് കഴിഞ്ഞിട്ടാണ് ഈ വേർഡ്പ്രസ് പ്ലഗിൻസിനോട് എത്തിയത് CYD. അതെ, അത് വന്നിട്ടുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് അറൗണ്ട് ഒരു അവിടെ 7 years വർക്ക് ചെയ്തു. ഇപ്പോൾ 7 അല്ല, ആക്ച്വലി അവിടെ ഞാൻ അറൗണ്ട് 12-13 years ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഞാനൊരു ഫസ്റ്റ് 7 years കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ഒരു 1 year വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റത് ഞാൻ ഇവിടെ പാർട്ട്ണർ ആൻഡ് ഡയറക്ടർ ആയിരുന്നു. ആ ഫസ്റ്റ് 7 കഴിഞ്ഞ് ഈ ബ്രേക്ക് എടുത്ത് പിന്നെ കുറച്ചു കാലം കൂടെ ഒരു 3-4 years ആണല്ലോ ഇത് ചെയ്തിട്ട് പിന്നെ എനിക്കിങ്ങനെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. ഓഫ് ആയിട്ടെന്ന് പറഞ്ഞു ഞാൻ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഈ CYD ടെക് ലാബിൻ്റെ അകത്തോട്ട് വരുന്നത്. ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പല പ്രൊജക്ട്സും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പാർട്ടായിരുന്നു CYD ടെക് ലാബ് എന്നുള്ള. അവിടെയാണ് നമ്മൾ പ്ലഗിൻസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ബ്രേക്ക് എടുത്ത ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ടും കൂടെ ഒക്കെ നമ്മൾ കോ-ഫൗണ്ടേഴ്സ് ആയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞാൻ ആ സമയത്ത് ഞാൻ ഇലാൻസിൽ പോയിട്ട് കുറച്ച് ഇലാൻസ് ആണ് ഇപ്പോഴത്തെ അപ്പ് വർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് ഒരു സർവീസ് പ്രൊജക്ട് എന്നുള്ളത് WooCommerce സ്പേസിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സർവീസ് എടുത്തിട്ട് പ്രൊഡക്റ്റിലെത്തോട്ട് എൻ്റർ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക്. WooCommerce എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. അത് പണ്ട് നമുക്ക് വേർഡ്പ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വേർഡ്പ്രസ് സൈറ്റിനെ ഇ-കൊമേഴ്സ് സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് WooCommerce. ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ്. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിലുള്ള പ്ലഗിൻസ് സ്റ്റോർസ് ഉപയോഗിക്കുന്ന പ്ലഗിൻസ് ആണ് അതെ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ സർവീസ്, അതായത് WooCommerceന്റെ കുറച്ച് കസ്റ്റമൈസേഷൻ എന്നൊക്കെയുള്ള രീതിയിലാണ്, എന്നിട്ട് പ്ലഗിൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അവിടെ നിന്നാണ് സർവീസ് ടു പ്രൊഡക്റ്റ് എന്നുള്ള സംഭവം ഷിഫ്റ്റ് വരുന്നത്. യെസ്. അപ്പോൾ അതിലേക്കുള്ള കീ ലേണിംഗ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സർവീസിൽ ലിമിറ്റഡ് എന്താ സംഭവം, സംതിങ് യു നോട്ടീസ്ഡ് ദെൻ വിച്ച് മേഡ് യു ടു കൺവേർട്ട് ദാറ്റ് സർവീസ് ഇൻടു പ്രൊഡക്റ്റ്. അപ്പോൾ അതെന്തായിരിക്കും? അത് ഞാനൊരു സർവീസ് ആണല്ലോ, ഓഫ് ടെക്നോളജീസ് എന്ന് പറയുന്നത് സർവീസിലായിരുന്നു. അപ്പോൾ സർവീസിൽ ഇരുന്നിട്ട് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ബ്രേക്ക് എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സൈറ്റിൽ ഈ നാസ്കോം പ്രൊഡക്റ്റ് കോൺക്ലേവ് അതിനകത്തൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് ഇൻസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്ലസ് ചാർട്ട്സ് എന്നിട്ടുള്ളൊരു ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറി, ഫ്യൂഷൻ ചാർട്ട്സ് ഒക്കെ പോലെയുള്ള, ഈവൻ ഫ്യൂഷൻ ചാർട്ട്സ് ഒക്കെ പ്രൊഡക്റ്റ് കോൺക്ലേവിൽ അവരുടെ സ്റ്റോറി ഒക്കെ പറയുമ്പോഴൊക്കെ അതും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അത് ആ ഒരു കോൺസെപ്റ്റ് സൈഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞത് സർവീസിനകത്ത് എന്നുള്ള മാറിയിട്ട് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആഗ്രഹം എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്ലസ് ചാർട്ട്സിൻ്റെ മുകളിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രോഡക്റ്റിനകത്തോട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എങ്ങനെയെന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ പ്ലസ് ചാർട്ട്സ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, പിന്നെ CYD ടെക് ലാബ് എന്നുള്ളത് നമ്മൾ പ്ലഗിൻസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല ആ ഫസ്റ്റ് പോയിന്റിൽ. പിന്നെയാണ് നമ്മൾ ആ റവന്യൂക്ക് ഇപ്പുറത്ത് വന്ന് തുടങ്ങിയപ്പോൾ പ്ലസ് ചാർട്ട്സിൽ അപ്പോൾ റവന്യൂ വന്നിട്ടില്ല, അതിൻ്റെ ഏർലി സ്റ്റേജിലാണ്. അപ്പോൾ ഈ സൈഡിൽ CYD ടെക് ലാബിൽ നമുക്ക് റവന്യൂ, കാരണം സർവീസിൽ സ്റ്റാർട്ട് ചെയ്തു, അതിനെ പ്രൊഡക്റ്റ് ആക്കി, അങ്ങനെ നമ്മളതൊരു മാർക്കറ്റ് പ്ലേസിൽ ലോഞ്ച് ചെയ്തു. കുറച്ച് പ്ലഗിൻസ് അതിനകത്ത് സെയിൽ വന്നു, പിന്നെ നമ്മൾ ഓൺ സൈറ്റിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആ റൂട്ട് അങ്ങനെ ഫോളോ ചെയ്ത് പോയി. പ്ലസ് ചാർട്ട്സ് കൈൻഡ് ഓഫ് കുറച്ചു കാലം നമ്മൾ ഒരു ടീമിനൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു.